എൻ്റെ പേര് അരുൺ. എന്നെ മറന്നു കാണുമല്ലോ. ഈ വോയിസ് ഓഫ് കേരളയിൽ കൂടെ എന്നെ ഈ ചാനലിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് ഒരു ആക്റ്റീവ് ഒന്നും അല്ലാതെ, പിന്നെ അതിൻ്റെ ഒന്നും തോന്നുന്നു ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോലെ പാടുന്നതുകൊണ്ടായിരിക്കും കുറേ മിസ്റ്റേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ ആദ്യമായിട്ട് പാടുമ്പോഴത്തേനും ഉള്ളൊരു ടെൻഷൻ എന്നാളും എനിക്കും ഉണ്ടായിരുന്നു. അന്നേരം അടുത്ത റൗണ്ടിലോട്ട് ഞാൻ പാടാൻ എടുത്തിരിക്കുന്നത് മാനേ മുതിരക്കരിമ്പേ എന്നുള്ള പാട്ടാണ്. ഒരു അടിച്ചുപൊളിയായിട്ടുള്ള പാട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു. ഇനിയിപ്പം ബാക്കി ഇച്ചിരി ആക്റ്റീവ് ആകുന്ന സംഭവം കൂടെ ഒന്ന് പഠിക്കണം, ഇച്ചിരി പവറാകുക. മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ, മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ, ഒന്നു വന്നാട്ട് തെല്ലു നിന്നാട്ട് നാണമെന്റെ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ. മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ. ലോട്ടസത്ത് മിഴിയാ ചാട്ടുളിഞ്ഞേറിഞ്ഞാൻ ആ ഭോഗം വില്ലത്തനു ഞാൻ പോരടിയ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്നു സ്പീക്കിക്കൂടെ കുയിലേ. ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം, ഓടിവാ കരളെ പെണ്ണാളെ പാടിവാ ലൗഗാനം. നാണമെന്ത് ചൊല്ലു ചൊല്ലുന്നാവിറങ്ങിപ്പോയോ. മാനേ പുള്ളി മാനേ കസ്തൂരി മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ, ഒന്നു വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്റെ ചൊല്ല് ചൊല്ല് നാവിറങ്ങിപ്പോയോ. മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ. പിളുത്ത കവിളിൽ കുടനുണക്കുഴിയിൽ പ്രേമത്തിന്റെ അണിയോ കോപത്തിന്റെ കെണിയോ. ഡോണ്ടോ ഡോണ്ടോ പൊൻകിനാവിൻ തളിരേ മാറാതെ നീ എൻ്റെ മൈൻഡിൻ കുളിരേ. ഓടിവാ കരൾ കണ്ണാളെ പാടിവാ ലൗഗാനം, കണ്ണാളെ പാടിവാ ലൗഗാനം. നാണമെന്തേ ചൊല്ലു ചൊല്ലുന്നാവിറങ്ങിപ്പോയോ. മാനേ കലമാനേ കനകമാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ, ഒന്നു വന്നാട്ട് തെല്ലു നിന്നാട്ട് നാണമെന്തേ ചൊല്ല് ചൊല്ലുന്നാവിറങ്ങിപ്പോയോ. മാനേ മധുരക്കരിമ്പേ മലർത്തേനേ മദന കുഴമ്പേ. അരുണേ നല്ല അടിപൊളിയായിട്ട് പാടി. അങ്ങോട്ട് നോക്കുമ്പോ പെട്ടെന്ന് ഒരു ചിരി വരും, എനർജി വരും. നേരെ നോക്കുമ്പോ ഓക്കെയാണ്, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോ ചിരി വരും, എനർജി വരും. എന്തായാലും അവര് ആ എനർജി ഒന്ന് അടിപൊളിയായിട്ട് പാടി കേട്ടോ. അവസാർ ഇതാണ് പവർ ഫാക്ട് എന്ന് പറയുന്നത്, എനർജി. പക്ഷേ അവസാനം ഞാൻ ഇത് ക്യൂ തരണം. നമുക്ക് ചിലപ്പോൾ
ചില കാര്യങ്ങളോട് ഇഷ്ടമില്ലാത്ത കരിഫിഷ് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇഷ്ടമല്ല അതാണ് കരിഫിഷിന്റെ കണ്ണൊക്കെയുള്ള ആൾക്കാരെ ഇഷ്ടമില്ല. താല്പര്യമില്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലിങ്ങനെ ഒരു ചെറിയ തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അത് മറന്നേക്കണം കേട്ടോ. പിന്നെ അതുവരെയുള്ള സ്പിരിറ്റ് ഒന്ന് ഡൗൺ ആയി ആ കരിഫിഷ് പോയോട് കൂടിയിട്ട് അത് മാത്രം ശ്രദ്ധിക്കുക. പക്ഷെ അതർവൈസ് പിന്നെ യുവർ വോയിസ് സോളിഡ് വോയിസ്, തിക് വോയിസ്, വളരെ നല്ല വോയിസ് ആണ്. ആ വോയിസിൽ എന്താണ് നാണം എന്തേ ചൊല്ലു നാവിറങ്ങിപ്പോയോ എന്നൊക്കെ ഫസ്റ്റ് അനുപല്ലവിയിലൊക്കെ വരുന്ന സ്ഥലത്ത് എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. ടോട്ടലി ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ സിംഗിങ് വളരെ കൊള്ളാം. നിങ്ങളൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ പാട്ടുകൾ പാടാനാണോ? ഞാൻ കൂടുതലും മെലഡിയാണ് പാടുന്നത്. എന്നിട്ടാണ് ഈ എനർജി സംഭരിച്ചത്. മെലഡി പാടുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പാട്ട് പാടാന്ന് പറയുമ്പോൾ എന്തായാലും ചെറിയൊരു സങ്കോചം ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് തോന്നണ യുവർ ഫ്രണ്ട്സ് ആർ വെരി കോപ്പറേറ്റീവ്. അതെ അതെ അല്ലേ? എല്ലാവരും അങ്ങനെ വേണം. സിയാദിക്ക നല്ലപോലെ പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും വെൽ ഡൺ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അരുൺ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായത്. ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. രാജാ സാറ് സംഗീതം നൽകിയ, യൂസുഫ് അലി കച്ചേരി സാറ് എഴുതിയ സൂപ്പറായിട്ടുള്ളൊരു പാട്ട്. ഭയങ്കര എന്റർടൈനിങ് ആ. ഏത് കാലഘട്ടത്തിലായാലും എല്ലാ വേദിയിലും ഈ പാട്ട് എപ്പോ പാടിയാലും നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ തോന്നും. ഇദ്ദേഹം എന്തോ ഡാൻസ് ഒന്നും കളിക്കാതെ പേടിച്ച് ഈ പിള്ളേരാണെങ്കിൽ ഇവിടെ ഇരുന്നോണ്ട് ഭയങ്കര എൻകറേജ്മെന്റ്. ആ സ്റ്റെപ്പ് ഇടും, ഈ സ്റ്റെപ്പ് സാധനം ഇങ്ങനെ 2 സാധനം മതി, അത് നിന്റെ കൈ വെച്ചോളാൻ മതി, നിന്റെ കൈ വെച്ചോളാം, അത്രേ ഉള്ളൂ. പക്ഷെ മുഖത്ത് നമുക്ക് കണ്ടാൽ അറിയാം ഡാൻസ് കളിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട് ഉള്ളിൽ. ഈ ഡാൻസ് കളിക്കണം, പക്ഷെ ചമ്മലും അങ്ങനെ ചമ്മലൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഉരുളാൻ വരെ റെഡി ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലേ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമ്മൾ എന്തും ചെയ്യാൻ റെഡി ആയിരിക്കണം. പാട്ട് നന്നായിരുന്നു, അസലായിട്ട് പാടി. നേരത്തെ പറഞ്ഞ പോലെ ആ വോയിസ് ഉണ്ടല്ലോ, നല്ല ഒരു ഗാംഭീര്യമുള്ളൊരു ശബ്ദമാണ്. അതങ്ങനെ എല്ലാവർക്കും കിട്ടില്ല അങ്ങനെ ഒരു ശബ്ദം. അപ്പൊ അത് അരുൺ എന്തായാലും ആ ഒരു വോയിസിനെ ഇനി ഈ വേദിയിൽ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം വന്ന അരുൺ അല്ല ഇപ്പൊ പാടുന്നത്. ഇപ്പൊ പാടുന്ന ആള് കുറച്ച് അനക്കൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ഹേ എന്നൊക്കെയാണ് എക്സ്പ്രഷൻസ് കൊടുത്തില്ലേ, അതൊക്കെ ഗംഭീരായിരുന്നു. ശരിക്കും നമുക്ക് കണ്ണടച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആക്ടർ അഭിനയിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ത്രൂ ഔട്ട് ദ സോങ് ഭയമില്ലാത്ത വിധത്തിൽ അത് പ്രസന്റ് ചെയ്യാൻ നോക്കണം. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ കോൺഫിഡൻസ്, ചില സ്ഥലത്ത് നമ്മൾ പതുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ആവരുത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇപ്പൊ ഈ വേദിയിലല്ലേ ഇവർക്ക് എല്ലാ ഇംപ്രൂവ്മെന്റ്സും വരേണ്ടത്. അപ്പോ ഈ പാട്ടിന് എനർജി വോയിസിലുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജിലും അത് ഒന്ന് കണ്ടാൽ ഒന്ന് പരിശ്രമിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ. നമുക്കങ്ങനെ നീ അധികം കളിച്ചാൽ ഞാൻ അവിടെ വന്ന് ഡാൻസ് ചെയ്യും. മോനെ കണ്ടോ, അത് നമുക്കൊന്ന് കാണണം. അത് ഈ വേദിയിൽ നടക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോട് കൂടിയിട്ട് അതൊന്നുമില്ല, ഞങ്ങള് കൂടത്തുള്ളൂ. അപ്പൊ ഈ പാട്ട് ഒരു അടിച്ചുപൊളി ഒരു ബോഡി ലാംഗ്വേജിൽ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് നമുക്ക് കീച്ചേക്കാം. ഞാൻ മൈക്ക് സ്റ്റാൻഡ്, ഞാൻ കൂടെ പോവും, ഞാനുണ്ട് എന്തിനും. ഓക്കെ, റെഡി? കൊടുത്തോ റെഡി. യു ക്യാൻ ഡു ഇറ്റ്. ഓഹോ, ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു. മാനേ മധുര കരിമ്പേ മലർത്തേ രണ്ട് സ്റ്റെപ്പ് അടുത്തതിന് പഠിച്ചോണ്ട് വരുമോ? അടുത്തതിന് പഠിച്ചോണ്ടിരാന്ന് പറഞ്ഞു. ഒന്ന് നിർത്തിയേ, അടുത്തതിന് പഠിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പ്രിപ്പയർഡ് ആയില്ല, അടുത്ത ഐറ്റത്തിന് പഠിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഉരുളിച്ച പോലെ ആവരുത്. ഇല്ല, ഉറപ്പാണേ. അപ്പൊ അടുത്തതിനകത്ത് അടുത്തതില് കാര്യം ഇപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അരുണിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്. അരുൺ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സോങ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം? എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ റെസ്പോൺസ് ഒന്നുമില്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളുടെ അവിടുന്ന് ആദ്യമായിട്ടോ ഒരാൾ ഇങ്ങനെ കയറി പോകുന്നത്. ഇനി അങ്ങനെ ഉഷാറായിട്ട് കേറിപ്പോട്ടെ. പിന്നെ എല്ലാത്തിനും ഒരു കഥയുള്ള ആളാണ് അരുൺ. പാട്ട് പഠിച്ചതിലൊരു കഥയുണ്ട്. അതേപോലെ തബല നന്നായിട്ട് വായിക്കും അല്ലേ? നന്നായിട്ടല്ല, അത്യാവശ്യം. കുഴപ്പമില്ല, നന്നായിട്ട് വായിക്കും. തബല പഠിച്ചതിലൊരു കഥയുണ്ട് എന്നൊരു ചാത്തന്മാർ അറിയിച്ചു. എന്താണ് കഥ? രണ്ടാമത്തെ ചേട്ടൻ തവല വായിക്കുന്ന. അപ്പം പഠിച്ചാന്ന് പറയാ. അവര് ആശാരിപ്പണി ആയോണ്ട് മിഷൻ ഇടയ്ക്ക് ചേട്ടന്റെ കൈവിരൽ പോയി.
അയ്യോ. അപ്പോൾ ഈ 2 വിരൽ പോയപ്പോഴത്തേനും ഈ സാധനം ചുമ്മാ വീട്ടിലിരിക്കാം. അപ്പോൾ കുറേ നാളിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത് പൊട്ടിപ്പോയി. ഇപ്പോൾ ഇത് കൊണ്ട് ശരിയാക്കാനായിട്ട് അച്ഛൻ കൊണ്ട് കൊടുത്തു. അത് പിന്നെ ആരും മേടിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ ഭജനയ്ക്ക് പാടാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേനും തബല എന്ന ഒരെണ്ണം മേടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് ഇത് അവിടെ പോയി റെഡിയാക്കി മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അമ്പലത്തിൽ ഞാൻ തൊപ്പിപ്പാള എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ്, തൊപ്പിപ്പാളല്ല അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ തബല ആദ്യം വായിച്ച് പാടാൻ തുടങ്ങി. പിന്നെ ഫോണിൽ ശ്രുതി ഇട്ടു. പിന്നെ 3 പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്തു. അടിപൊളി. അടിപൊളി. നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണണ്ടേ അരുണ്ടേ? തീർച്ചയായിട്ടും. അരുൺ കേട്ടോ. നമാമി വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുമ്പിമുഖേശ്വരം ഗണനായകം കരോമി കല്യാണ ഗുരുപൂജനം സദാ നമസ്തേ ഗുരു പ്രസീദ പ്രസാദം ഭജേകം നമസ്തേ ഗുരു പ്രസീദ പ്രസാദം ഭജേകം ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ ഏറ്റു പറയുമ്പോൾ പാവങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ 7 പൊന്നാന എഴുന്നള്ളത്തിൽ ദേവകൾ കൺപാർക്കും ആഘോഷത്തിൽ എന്നെയും കൂട്ടുകില്ലേ എന്നെയും കൂട്ടുകില്ലേ ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ മാറ്റുന്നൊരപ്പനല്ലേ എൻ്റെ ഏറ്റുമാനൂരപ്പനല്ലേ ദേവാ 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 പ്രത്യേകിച്ച് ഹാർമോണിയൊക്കെ വായിച്ച് പാടാൻ എളുപ്പമാണ്. ഈ തബല വായിച്ച് പാടാന്ന് പറയുമ്പോൾ അത്ര സിമ്പിൾ അല്ല. അത് ദൈവമായിട്ട് തന്നൊരു കഴിവാണ്. സൂപ്പർ. എൻ്റെ ഓർമ്മയിൽ തബലിസ്റ്റുകൾ ചിലപ്പോൾ തബല വായിച്ചുകൊണ്ട് പാട്ട് പാടുന്നത് കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഒരു പാട്ടുകാരൻ തബല വായിച്ച് പാടുന്നത് ആദ്യമായിട്ട് കാണുക. സോ വണ്ടർഫുൾ മാൻ. എനിക്ക് തോന്നുന്നു അരുൺ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അല്ലേ? ഈ പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ഷോയുടെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്താണ് ഇന്ന് ഇത്രയും ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ തബല വായിച്ച് പാടി പെർഫോം ചെയ്യുന്നത്. അത് അരുണിനെ സംബന്ധിച്ച്, അരുണിന്റെ പേരൻസിനെ സംബന്ധിച്ച്, നമ്മൾ ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഒരു നല്ല ഐഡിയ കൊടുക്കട്ടെ അരുണ്. സൂപ്പർ അരുൺ. അരുൺ ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ്. ഇവിടെ കുറെ പേര് ഇപ്പൊ ഓൾറെഡി റെഡി ആവുന്നുണ്ട് തബലയൊക്കെ മേടിക്കാനും പ്രാക്ടീസ് ചെയ്യാനും. കുറച്ച് ക്യാമറയുടെ പുറകിൽ ആൾക്കാർ റെഡിയാണ്. ഓരോ കണ്ടസ്റ്റൻസ് വരുമ്പോഴും അവരെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ടീമിന്റെ ഒരു സ്റ്റഡി ഉണ്ടാവും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരെ പറ്റി നമ്മളെപ്പോഴും ചാത്തമാരെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു പിന്നെ ടീമിനെ പറ്റിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അരുണിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ ലൈക്ക് ഓർമ്മ വന്നതാണ്. അത് ഒരുപാട്
ജോലി ചെയ്യുന്ന മേഖല വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കുകളും കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് അരുൺ. അയ്യോ അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ ഇവിടെ വന്ന് പെർഫോം ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അവർക്ക് മുമ്പിൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും മുകളിൽ നിൽക്കും എന്നുള്ളതിന്റെ തെളിവാണ് അരുൺ. തീർച്ചയായിട്ടും. അപ്പൊ അത് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് ലോസ്റ്റ് ആയിപ്പോയി. അത് ഒരുപാട് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് അരുൺ. ഒരുപാട് പേർക്ക് ഇനിയും ഇൻസ്പിറേഷൻ ആകാൻ പറ്റട്ടെ. ഒരുപാട് പെർഫോമൻസുകൾ ഒരുപാട് വേദികളിൽ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊക്കിയെടുത്ത് നടക്കുന്ന ഒരു അടിപൊളി കലാകാരനാകട്ടെ. സമയം കിട്ടുമ്പോ ഇതുപോലെ പല പല ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, പാട്ട് നന്നാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴി കിട്ടി, ഇനി ആ വഴിയിലൂടെ അരുൺ വേണം നടക്കാൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. താങ്ക് യു. ഹായ്, എന്നെ മറന്നില്ലല്ലോ അല്ലേ? അപ്പം ഫ്ലവേഴ്സ് വോയിസ് കേരള പ്രോഗ്രാം കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എടാ അടിപൊളി പരിപാടിയാണ്, നിങ്ങൾക്ക് അതിലൊരു അവസരം കിട്ടിയല്ലോ, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർവാണ്. ഇപ്പം റിയാലിറ്റി ഷോയിൽ തന്നെ പാടാൻ വരുന്നത് തന്നെ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ എല്ലാ ടെൻഷനും ഉണ്ട്, പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഈ ഒരു ഷോയിലൊക്കെ വന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കുടുംബക്കാരും ഒക്കെ എപ്പോഴും വിളിക്കും, എല്ലാവർക്കും നല്ല സന്തോഷം. വോയിസ് ഓഫ് കേരളയിലെ അടുത്തായിട്ട് ഇനി പാടാൻ പോകുന്ന പാട്ട് നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ എന്ന ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘ കനവായി പൊഴിയും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. ഇലപൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും. നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമൂടി തളിരണിയും. ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയായി മാറും, പ്രേമസ്പന്ദനമാകും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കുളിർമഴയായി നീ പുണരുമ്പോൾ പുതുമണമായി ഞാൻ ഉയരും. മഞ്ഞിൻ പാദസരം നീയണിയും ദളമർമരമായി ഞാൻ ചേരും. അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ടു നാം ഒരു കൂടണിയും. പിരിയാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ
പറയും നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘ കനവായി പൊഴിയും ഞാൻ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. വെരി നൈസ്. ഗുഡ് ഗുഡ് ഗുഡ്. ജഗൻ താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ജഗന് തീരെ ടെൻഷൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ടെൻഷനേ ഇല്ല. ഓ സാർ ടെൻഷനും ഇല്ല. ഹീസ് വെരി കൂൾ. പക്ഷെ പാട്ട് പാടുമ്പോൾ കുറച്ചും കൂടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ടെൻഷൻ ആവാം. എന്തിനാണെന്നറിയോ? മനസ്സിലായി. നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇപ്പോ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. മോൻ പാടുമ്പോ പ്രണയം വിടരും കര, ഈ കുറച്ചും കൂടി ഒരു ഫീല് ഒന്ന് പാടിയാനത്. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. പ്രണയം വിടർ, അവിടെയാണ് നമ്മളുടെ സംഭവം ഇരിക്കുന്നത്. കാരണം നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്ന് പറയുമ്പോ തഴുകി, എന്താ സംഭവിച്ചത്? പ്രണയം ഇവിടെയാണല്ലോ, നമുക്കല്ലേ നമ്മളാവുന്നത്. ആ ഫീല് മനസ്സുൾക്കൊണ്ട് പാടിയാൽ മതി. ബട്ട് ടോട്ടൽ സോങ് ഒരു പ്രിസൈസ്ഡ്, ആ എല്ലാ ട്യൂണും അതിന്റെ നൊട്ടേഷനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു സർ. സുഖമുണ്ടായിരുന്നു. നല്ല ആ പാട്ട് പഠിച്ചു. അത് വളരെ കൂളായിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സർ. പിന്നെ അത്യാവശ്യം നല്ല ശബ്ദമാണ്. ഈ പ്രായത്തിൽ ഇത്രയും നല്ല ശബ്ദമാണെങ്കിൽ കുറച്ചുകൂടി വരുമ്പോൾ, ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, കൊച്ചു പയ്യനല്ലേ, 23 വയസ്സുണ്ട്. അച്ഛോ, വാവയാണ്. 21 വയസ്സ്. വാവോ, കുഞ്ഞാവാ. അപ്പോ ഇപ്പോഴേ നിന്റെ ശബ്ദം ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വളരുമ്പോൾ യു ഗെറ്റ് ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സർ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഈ ഒരു ഫീൽ. പക്ഷേ ആ അനുപല്ലവി ചരണം വന്നപ്പോൾ നീ നല്ല, അത് എനിക്ക് തോന്നണം എൻ്റെ പിച്ചിങ്ങിന്റെ കംഫർട്ടിൽ സോണിൽ വന്നുകൊണ്ടാണ് പറഞ്ഞത്. നല്ല ഫീലായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ ഫീൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിനക്ക് കേൾക്കുമ്പോൾ അറിയാം, അതാണ് അതിന്റെ ഫീല്. ആ അനുപല്ലവിയിലും ചരണത്തിലും മോൻ ആ കുളിർമഴയായ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മനോഹരമായിട്ടാണത് അവതരിപ്പിച്ചത്. നമുക്കൊരു കുളിരൊക്കെ തോന്നിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ ആ പ്രണയം വിടരും കരയാകുമെന്ന് പറയുമ്പോഴും കൂടി അത് വന്നിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എക്സലന്റ്. അതർവൈസ് വെരി ഗുഡ്. നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സാർ. മഞ്ചേരി ജഗൻ, എന്തോ ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? എനിക്കിഷ്ടമാണ് ഇപ്പൊ. ആരാ സെലക്ട് ചെയ്തത്? ഞാൻ തന്നെ. സ്വന്തമായിട്ട് സെലക്ട് ചെയ്തെടുത്തു കൊണ്ടുവന്ന പാട്ടാണ് അതെ അല്ലേ? അതെ. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇഷ്ടം? ആ വരികളും ആ ഫീലും അടിപൊളിയാ. ഓ, ഓ, വരികളും ഫീലും ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അതെ. അപ്പൊ അത് അങ്ങനെ പാടാൻ പറ്റും എന്ന് വിചാരിച്ചെടുത്തതാണ്. ആ അങ്ങനെ ആരെങ്കിലും സങ്കല്പിച്ചതാണോ? അല്ല, ഇതല്ലേ നമ്മുടെ ഒളിപ്പിച്ചിട്ടുള്ള. ആ വെറുതെ അല്ല. അവിടെ പ്രണയം എന്നൊക്കെ പാടുമ്പോ ഒരു ടെൻഷൻ, അയ്യോ എന്റെ പ്രണയം ആരെങ്കിലും കണ്ടുപിടിക്കോ, ആ ഫീലും വരണം, എന്നാ ഇത് ആരെങ്കിലും കണ്ടുപിടിക്കോ എന്നുള്ള ടെൻഷൻ. ഞാനുമേ കളിയായിരുന്നു ആ ഏരിയ മാത്രം. എന്താണ് ജഗൻ? ഒന്നെങ്കിൽ അത് ആരുടെങ്കിലും പറയൂ. ഇങ്ങനെ ഉള്ളിലിങ്ങനെ അടക്കി വെച്ചിട്ട് ഈ പ്രണയോട്ട് പുറത്ത് പറയാനും പറ്റുന്നില്ല. ഇല്ല, ഇപ്പം പാടുമ്പോ സെറ്റ് സംശയം. ആയിരിക്കുന്ന സമയമല്ലേ? ഉണ്ടല്ലേ. ഓക്കെ, സോറിടാ. സെറ്റല്ല തെറ്റാണ്, തെറ്റാണ്. പക്ഷേ അറിയില്ല. ഒളിപ്പിച്ച് വെച്ചിരിക്കുക. കുറ്റായിട്ട് പറയുന്നല്ല, ജഗൻ അസലായിട്ട് പാടി. ശ്രുതി, താളം, ലയം എല്ലാം ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ആ പാടുമ്പോ ഉണ്ടാവുന്ന ഒരു നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ഇല്ല. നിഷ്പക്ഷ മനോഭാവത്തോട് നീ ഒരു സുന്ദരിയാണെങ്കിൽ ഞാൻ അതിലും വലിയ സുന്ദരനാണ്, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഭാവമാണ് തോന്നുന്നത്. അതിനേക്കാളും നീ ഒരു പുഴയായി ഒഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയായി. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാളാണ് ഞാൻ എന്നുള്ള ഫീല് കൊണ്ടുവരണം. എന്നാലേ പെൺകുട്ടിലൊക്കെ വീഴുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിൽ വന്നാ മതി എന്ന് പറയുന്ന ആൾക്കാരോടൊന്നും ആരും ജീവൻ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ പേരൊക്കെ പാട്ട് പാടിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ തന്നെയാണിത്. ഇപ്പോ ഇതില് ഒന്നും പറയാണ്ട് നമ്മൾ ഈ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കോരി ധരിച്ചു പോകുന്നപ്പോ ദാസേട്ടനൊക്കെ എത്രയോ പാട്ടുകൾ ഞാൻ പാടുന്നത് നേരിട്ട് ഇങ്ങനെ കാണും. ദാസേട്ടന്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് മോനെ, ഇപ്പൊ നിന്റെ മുഖത്ത് നീ ചിരിക്കുന്നു, അടയ്ക്കുന്നു, വായ തുറക്കുന്നു, അടയ്ക്കുന്നു, അതല്ല ആ സീനിൽ അഭിനയിക്കുന്ന ഒരു നടനോ നടിക്കോ പോലും അതേപോലെ ഭാവം ഫേസിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ജീവ. അത്രയും ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും ഫേസ്. അതുകൊണ്ടാണ് ദാസേട്ടനായത്. മനസ്സിലായോ?
അതേപോലെയൊക്കെ ആവണ്ടേ നമുക്ക്. ആവണം. എല്ലാവരും ആവണം അതേപോലെ. അതിന് ഇങ്ങനെ പാട്. അല്ലാണ്ട് ഇതിപ്പോ നിങ്ങളെ മുഴുവനും കുറ്റം പറയാൻ പറ്റില്ല. ഇത് പഠിച്ചിട്ട് ആ ഒരു പാട്ട് പഠിച്ച് അത് തന്നെ നമ്മൾ ഇരുന്ന് പാടുന്നു അല്ലേ. അത് നമ്മൾ അതേപോലെ ഡിറ്റോ അതേപോലെ. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കുന്ന ആളല്ല കേട്ടോ. നീ പാടുമ്പോൾ നീ നിന്റെ പാട്ടായിട്ട് അതിൽ ആത്മാവ് കൊണ്ടുവരണം. അപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു ടിപ്പായിട്ട് വെച്ചാൽ മതി. ഓക്കെ സാർ, ഒരു ടിപ്പ്. താങ്ക് യു സാർ. വേറൊരു ടിപ്പ് കൂടെ തരാം. പാടുന്നതിൻ്റെ ഇടയിലേ ഒരുപാട് നമ്മളെങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ശ്വാസം എടുക്കില്ലല്ലോ. ഈ ശ്വാസം പാട്ടിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നു. അത് കേൾപ്പിക്കരുത്. ഒന്നുകിൽ മൈക്ക് മാറ്റുക സൈഡിലേക്ക്. അതൊരു ടെക്നിക്ക് പഠിക്കണം. അത് ശ്വാസം എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അത് മൈക്കിൽ കേൾപ്പിക്കാതെ ആ കാമുകി അത് കേട്ട് രസിച്ചിരിക്കണം. അങ്ങനെ വേണം അത് കൊണ്ടുവരാൻ. ഓക്കെ. പിന്നെ അക്ഷരങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇനി ഒരു ട്യൂഷൻ എടുക്കാൻ ഒരു മലയാളം അധ്യാപകനെയോ വെച്ചാലോ. മേഘം, ആശയമാണ്. മേഘം അല്ല, മേഘം. മേഘം. അങ്ങനെ കുറെ അവിടെ ഇവിടെയൊക്കെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവട്ടെ. ആ ജഗൻ പേടിക്കാനില്ല. ഇത് സാധാരണ നമുക്ക് ജഗൻ എന്ന് പറയുമ്പം ജഗന്നാഥൻ തമ്പുരാൻ. ഇത് ടൈഫോയിഡ് വന്ന ജഗനെ പോലെ ഉണ്ടല്ലോ. ഉഷാറായിട്ട് രാത്രി പാടുന്ന സമയത്ത് ഭയങ്കര ഉഷാറാണെന്നാണല്ലോ ചാത്തന്മാർ അറിയിച്ചത്. വൈറ്റിലെ ഹബ്ബ് മെർമെയ്ഡുകാർക്കൊന്നും ഉറക്കമില്ലെന്ന്. ഇവരെല്ലാരും ഉറങ്ങുമ്പോ ഇവൻ ഇറങ്ങും പാടാൻ. അതെന്താ അങ്ങനെ ഒരു പ്രത്യേക തരം? എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ് ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ ഉറങ്ങുമ്പോ നീ ഒരു പുഴ ഇതൊക്കെ വിടില്ല നിന്നെയൊക്കെ. അപ്പൊ എന്താ അവസ്ഥ ആയിരിക്കും മെർമെയ്ഡിലൊക്കെ. അങ്ങനെ എന്റെ ചാത്തന്മാരെ അറിയിച്ചു. സത്യമാണോ അതില്? ഏറെക്കുറെ. ആ അപ്പൊ അതെന്താ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു നിശബ്ദതയിൽ. അപ്പോഴല്ലേ വിളിക്കാൻ പറ്റൂ. അപ്പോഴാണ് മറ്റേ ഫോൺ മുത്തേ കേട്ടോ അണ്ണം പാടുന്നു സാധനം കൊണ്ട് വെച്ച്. പേരോ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല പേര് പറയാത്തോണ്ട് നമ്മള് മുത്തേ ഒക്കെ ഇട്ടത്. എന്താ വിളിക്കുന്നേ? ഞാൻ ഒന്നും വിളിക്കാറില്ല. ഇല്ല. അത്രക്ക് ബഹുമാനോ? ജഗൻ എന്തെങ്കിലും സംസാരിക്കും ജഗൻ. അതോ അമ്മ പറഞ്ഞുകൊണ്ടാണോ? അല്ലല്ല, അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ പോയി അവിടെ പോയി വാ തുറന്ന് വികടത്തരം ഒന്നും പറഞ്ഞേക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അല്ലേ. ആ ഇതൊക്കെ നമ്മൾ അറിയും. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ഞങ്ങളുടെ ചാത്തന്മാർ ഞങ്ങളെ അറിയിക്കുക. അത്ര സ്ട്രോങ് ആണ് ഞങ്ങളുടെ ചാത്തൻ. ആണോ? അങ്ങനെ അമ്മ പറഞ്ഞു. അപ്പൊ സാധാരണ രീതിയിൽ ജഗൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണോ? സംസാരിക്കുന്ന. എന്നിട്ടാണോടാ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നീ കമാന്നൊരു അക്ഷരം മിണ്ടാ നിൽക്കുന്നത്? ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ? എന്താണ് ജഗനെ അലട്ടുന്ന ടെൻഷൻ? എന്താണ് പറയൂ. പാട്ട് പാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പാട്ട് പാടുന്നതിന് മുമ്പ് അത് പാടാൻ പോകുന്ന ടെൻഷൻ, പാടിക്കഴിഞ്ഞത് പാടിക്കഴിഞ്ഞതിന് ടെൻഷൻ, പാടിക്കഴിഞ്ഞിട്ട് എന്തിനാണ് ടെൻഷൻ? കാര്യം പാടാനുള്ളത് നമ്മൾ പാടിക്കഴിഞ്ഞു. ശരിയാ. അത് ശരിയാണല്ലോ. റിലാക്സ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പാടിയല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ആ അതെ. നമ്മള് പിന്നെ ഒരു വരി തെറ്റിച്ചെന്ന് പറഞ്ഞ് പുറത്ത് നിർത്തി എംപോസിഷൻ കൊടുക്കത്തില്ല. അങ്ങനെ ആണ് സാമൊക്കെ ഇവിടെ നിന്ന് എഴുതി മരിച്ചാന് അല്ലേ. ഒന്ന് തെറ്റിയാൽ നമ്മൾ ഏത്ത പിടിക്കത്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. പീസ്ഫുൾ അല്ലേ? ഓക്കെ അല്ലേ? കൂളല്ലേ? ഇപ്രാവശ്യം മാർക്കില്ലടാ. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 75. ഓ ഇപ്രാവശ്യം മാർക്കില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം എലിമിനേഷൻ. അതാലോചിച്ച് ടെൻഷൻ അടിക്കണേ. ആ ഓക്കെ അല്ല ടെൻഷൻ വേണ്ട. ആ ഓക്കെ ഓക്കെ. വോയിസ് ഓഫ് കേരളയിൽ എനിക്ക് പാടാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര സന്തോഷം. അതായത് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ലീഡിംഗ് ചാനലായ ഫ്ലവേഴ്സിലെ ഒരു ഷോ ചെയ്യാൻ പറ്റിയതിൽ അതിലുപരി വലിയ സന്തോഷം. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ഓൾറെഡി ടെലികാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജസ്, ഒരുപാട് ഫോൺ കോൾസൊക്കെ എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. ഇപ്പം അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് എങ്ങനെ പഠിക്കണം, നമ്മൾ ആ പാട്ടിനെ എങ്ങനെ, അതിൻ്റെ സംഗതീസ് ആണെങ്കിലും അതൊക്കെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മൂവ് ഓൺ ചെയ്യാനാണ് എൻ്റെ ഒരു തീരുമാനം. ഞാൻ അടുത്ത സ്റ്റേജിൽ പാടാൻ പോകുന്നത് എന്തെയൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് ഗ്രാമഫോണിലെ ഒരു അതിമനോഹരമായിട്ടൊരു പാട്ടാണ്. അതെന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പാടാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം. മയ്യണി കണ്ണിൻ്റെ മഞ്ചാടിക്കടവത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ.
എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം നീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം നീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നിറമാ. ദരരര തരരര താരാരാര തരരരരാര തരരരരാര തരരര തരരര താരാ തര താരര തരരര താരാ തര തരരര താരീരേ തരരര താരീരേ. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്? ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നിറമാ. വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. അനുരാഗം നീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ, മധുവർണ്ണ പൂവല്ലേ നറുനീല പൂമോളല്ലേ, മധുരപ്പതിനേഴിൻ ലങ്കി മറിയും നോളെ, ലങ്കി മറിയും നോളെ, ലങ്കി മറിയും നോളെ, ലങ്കി മറിയും നോളെ. നിൻ പ്രണയത്തിൻ താമരനൂലിൽ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ, ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ. നിന്നെ ഉറക്കാൻ പഴയ
ഗസലിൻ നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം പകരാം ഞാൻ, നിർവൃതിയെല്ലാം പകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു കിന്നരൻ, ആകാശത്തു കിന്നരൻ. മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്, മണിവളത്തിളങ്ങണ കയ്യാലെ വിരലൊട്ടി വിളിക്കണതാരാണ്. മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്. ഓ വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമായി, കളിയാടി പാടാൻ നേരമായി. സാമേ അടിപൊളിയായിരുന്നു കേട്ടോ. ഉഷാർക്കി ഉഷാർ ഔസാർ. ശ്യാം സൂപ്പർ. താങ്ക് യു സർ. ഇത് ജയേട്ടൻ്റെ അതെ. ഒരു മനോഹരമായിട്ടുള്ള ഗാനം. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ. അടിപൊളി ഗാനം. എനിക്ക് വളരെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണിത്. എനിക്കിതിൽ സാമിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ശ്രുതിയോട് ചേർന്ന് നിൽക്കുന്ന ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ഒരുപാട് വളവും എന്തെന്നാ പറയുക ഡെൻറ്റുകളൊക്കെ ഉള്ള ഒരു പാട്ടാണ്. ഒരുപാട് പ്ലാനുകളും സംഗതികളും ഇതൊക്കെ ഉണ്ട്, കേവ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ മാക്സിമം 90% യു ഹാവ് അച്ചീവ്ഡ് ദ പിച്ചിങ്. താങ്ക് യു സർ. സാം എല്ലാ സംഗതികളും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എല്ലാം നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി സ്പഷ്ടത അതിന് വരാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ജേട്ടനൊക്കെ പാടിയുള്ളതിൽ ആ സംഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് ചരല് വാരിയിട്ട പോലെ ഇങ്ങനെ പോകും, കിടന്ന് പോകും. അതിൻ്റെ ഒരു സ്പഷ്ടത കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ യു ഹാവ് അച്ചീവ്ഡ്. എല്ലാ സംഗതികളും നന്നായിട്ട് പാടി. ഭാവങ്ങൾ ആ ഓ എന്ന് പറയുന്നിടത്തൊക്കെ ആ ഒരു സംഗതി മനോഹരമാണ് കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് മുരശൊലി മുഴുക്കണത് ആരാണെന്ന് പറയുന്ന നേരത്തെ ഒരു പ്രേം നസീർ വന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്ന? ആരാണ് ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻ അത് വരണം. ത്രൂ ഔട്ട് പാട്ട് വന്നാലും നല്ല കേട്ടോ, പാട്ട് നന്നാവും. ബട്ട് ഐ തിങ്ക് യു ആർ എ വെരി ഗുഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിംഗറാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അഞ്ജലി. സാം എന്തോ സാം ആകെ ടെൻഷൻ അടിച്ച് പഠിച്ച പാട്ടാന്ന് തോന്നുന്നു. അല്ല, കഴിഞ്ഞിട്ടും ഞാൻ തെറ്റിച്ചതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് തെറ്റിക്കരുതെന്നൊരു ഒരു വാശിയുണ്ടായിരുന്നു. റൂമിൽ കയറിയ ചേച്ചി ഞെട്ടി. സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ റൂമിൽ കയറിയ പോലെ ചറപറ പേപ്പർ എഴുതി പഠിച്ചതാണ്. അപ്പൊ ഇഷ്ടംപോലെ പേപ്പറിൽ എക്സ്ട്രാ ഷീറ്റ് ഒക്കെ മേടിച്ച് എക്സ്ട്രാ ഷീറ്റ് അല്ലേ? പക്ഷെ അതിൽ വിജയിച്ചല്ലോ, വർക്കായി. അത് വിജയിച്ചു. പിന്നെ ഒരുപാട് വരികളുള്ള പാട്ടെടുത്തോണ്ട് വന്നിട്ട് തന്നെ ഒരു ചലഞ്ച് തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ തെറ്റിച്ചില്ല, ഭംഗിയായിട്ട് പാടി. പിന്നെ ഇതില് ചില ഭാഗങ്ങള് ആ ഒരു ഫൈൻനെസ് വരാം, അതാണ് ആ സംഗതികളൊക്കെ പാടുന്നുണ്ട്. പക്ഷെ അതൊന്ന് കുറച്ചുകൂടി ഒന്നൊരു ഗ്രിപ്പ് ചില ഭാഗങ്ങളിൽ. പിന്നെ ലോവർ രജിസ്റ്റേഴ്സ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം സാം. അവിടെ നമുക്കൊന്നും കേൾക്കുന്നില്ല, അവിടുത്തെ ഗെയിന് കുറവാണ്. താഴത്തെ നോട്ട്സ് വരികൾ പാടുമ്പോൾ ക്ലിയർ അല്ല, സാം പാടുന്നത് അധികം കേൾക്കുന്നില്ല. കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ വോയിസ് നമ്മൾ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതാണ് തോന്നിയത് എനിക്ക്. പിന്നെ ഗന്ധർവനാണ്. ഗന്ധർവൻ എന്ന് പാടിക്കൊണ്ടിരുന്നത്. അക്ഷരം മറ്റേ പേപ്പറിൽ എഴുതിയാൽ മാത്രം പോരാ, അത് വായിക്കുകയും വേണം കേട്ടോ. ലിറിക്സ് ഞാനെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്, പറഞ്ഞു പഠിക്കണം കേട്ടോ. അതാണ് ഇതിലുണ്ടായിരുന്ന 2 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തത്. അതല്ലാതെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഭംഗിയായിട്ട് പാടുന്ന ആളാണ്. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടിനകത്ത് ഫീലൊക്കെ ഉണ്ടല്ലോ, ചില ഭാഗങ്ങൾ ചില വാക്കുകൾ പറഞ്ഞതിന്റെ ഫീല് മനോഹരായിരുന്നു. ഓക്കെ, സോ നന്നാവട്ടെ, ഇനിയും നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മഞ്ജരി. ഫസ്റ്റ് പാട്ട് പിന്നെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കേട്ടിട്ട് ഫ്രണ്ട്സ്, ഫാമിലി, വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ആദ്യം സപ്പോർട്ടാണ്. എനിക്കിപ്പം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്റെ അനിയൻ വന്നിട്ടുണ്ട്. സോ ഹാപ്പി. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഫസ്റ്റ് സാം വന്നപ്പോ തന്നെ സാമിന്റെ വീട്ടിൽ വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു. സാമിന്റെ ഒരു പാഷന്റെ പുറകിൽ സാം ഇറങ്ങിയതാണ്. ഇപ്പം ഡബിൾ ഓക്കെ. സാം, നമുക്ക് ഫസ്റ്റ് പിന്നെ റൗണ്ടിൽ എത്ര മാർക്കായിരുന്നു? 75. അപ്പൊ ഇതില് മാർക്കില്ല, നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം അല്ലെ എലിമിനേഷൻ വരുമ്പോ നമുക്ക് നോക്കാം.
ഓക്കെ. എൻ്റെ പേര് റമദ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. വോയിസ് ഓഫ് കേരളയിൽ വന്നതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പാട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കുന്ന പാട്ടിൽ ഒരുപാട് ഞാൻ തെറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ സെക്കൻഡ് റൗണ്ട് സ്വരകന്യകമാരാണ് പാടാൻ പോകുന്നത്. കുറച്ച് ടെൻഷനുണ്ട്, എങ്കിലും ശരിയാക്കാം. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നോ പൂന്തിങ്കൾ പെൺമണിയാൾ, സുഹൃതവനിയിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നോ പൂന്തിങ്കൾ പെൺമണിയാൾ, സുഹൃതവനിയിലാരോ പാടും ആശംസാമംഗളമായി. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി. സ്വരഗണങ്ങൾ പൊന്നണിഞ്ഞ
പാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയാൾ സുഹൃതവനിലാരോ പാടും ആശംസാമംഗളമായി സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി. നൈസ് നൈസ്. റമദ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ലൊരു കഴിവ് എടുത്ത റമദയ്ക്ക്. ഔസേപ്പച്ചൻ സാർ. റമദ ഓ സാർ, മോളെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ടോട്ടലി നല്ല ഒരു പാട്ടാണ് മോഹൻ്റെ പാട്ട്. അപ്പം അത് മോള് നന്നായിട്ട് പാടി. ഞങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയണല്ലോ, കുറച്ച് ലാൻഡിങ് നോട്ടുകളൊക്കെ ഇത്തിരി ശ്രുതിയുടെ ഒരു ചെറിയ പ്രോബ്ലം. അത് ആ നോട്ടിൽ എന്ന് പോവരുത്. അതാ ശ്രുതിന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വാക്കുകളുടെ ഉച്ചാരണത്തിൽ മോളുടേതായിട്ടുള്ള രീതിയിൽ അത് വാക്കുകളുടെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു നമ്മുടെ സ്വന്തം സ്ലാങ് അതിൽ വന്നു പോകുന്നുണ്ട്. ഞങ്ങളെപ്പോഴും പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഫീലിൽ പാടാൻ പറയും, പക്ഷെ ഇഷ്ടത്തിന് ഉച്ചാരണം പറയാറില്ല. മനസ്സിലായി? അത് കറക്റ്റായിട്ട് തന്നെ വരണം. അത് കേട്ട് പഠിക്കുക. ട്യൂൺ മാത്രമല്ല, അതിൻ്റെ വാക്കുകളുടെ ഉച്ചാരണ ശുദ്ധി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. വേറെ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നോക്കുക, ഞാൻ എഴുതി വെച്ച പോയിന്റ് എല്ലാം പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. മഞ്ജരി. റമദ, ഓ നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു മാം. ഫസ്റ്റ് അത് തന്നെ പറയട്ടെ, മോഹൻ സാറിന്റെ മനോഹരമായ ഒരു പാട്ട്. അത് ശരിക്കും പറഞ്ഞാൽ റമദയിലെ പാട്ട് പഠിച്ചിട്ടുണ്ട് റമദ? കുറച്ച് നാളായുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. അത് റമദയ്ക്ക് സാർ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ റമദയ്ക്ക് അതൊന്നും ഫീൽ ചെയ്യാണ്ട് റമദ പാടിയെന്ന് വെച്ചാൽ ആ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്, ആ പാട്ടിനോടൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചു വരുന്ന ഒരു സ്റ്റുഡൻറ്, ഒരുപാട് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു പാട്ട് എടുക്കുമ്പോൾ ഒരു വെപ്രാളം ഉണ്ടാവും. അയ്യോ തെന്നി മറിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ മോൾ ആ കോൺഫിഡൻസ് കൊണ്ടാണ് ഈ പാട്ട് ശരിക്കും പാടിയത്. താങ്ക് യു മാം. ഇതിലെനിക്ക് ബോൾഡായിട്ടുള്ള സിംഗിങ് ആണ് ഇഷ്ടപ്പെട്ടത്. മോള് വളരെ ബോൾഡായിട്ടാണ് പാടുന്നത്. ഇതിന് മുന്നേ കൊണ്ടുവന്ന ഒന്നാം കിളി ആ പാട്ടുമൊക്കെ വളരെ ബോൾഡായിട്ടാണ് പാടിയത്. നമ്മൾ അന്ന് പറഞ്ഞത് കുറച്ചൊരു മോഡുലേഷൻ ഒന്ന് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു അതിനേക്കാട്ടിലും. നന്നായി. താങ്ക് യു മാം. എന്തായാലും നന്നായിട്ട് പാടി, നല്ല പാട്ട്. എനിക്കിത് കേട്ടപ്പോൾ വേറെ കുറേ പാട്ടുകളാണ് ഓർമ്മ വന്നത്. ഒരു സ്കെയില് തരുമോ? ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകേ, നിറമിഴിയിൽ ഹിമകണമായി അലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകേ, നിറമിഴിയിൽ ഹിമകണമായി അലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. പിന്നെ ഫസ്റ്റ് ടെലികാസ്റ്റ് കഴിഞ്ഞ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ? ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് ആരാണ് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞത്? ഉമ്മച്ചി എന്ത് പറഞ്ഞു? ഉമ്മച്ചി പറഞ്ഞു ഈ പ്രാവശ്യം നല്ലതുപോലെ പാടണമെന്ന്. ഈ പ്രാവശ്യം നല്ലപോലെ പാടണമെന്ന് പറഞ്ഞു. ആ ഉമ്മച്ചി പറഞ്ഞത് കറക്റ്റായിട്ട് കേട്ടോ, അടിപൊളിയായിട്ട് പാടി. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മാർക്ക്? 62. പ്രാവശ്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് എലിമിനേഷനിൽ കാണാം. അപ്പൊ ബൈ കേട്ടാ. ടാറ്റാ. ഫ്ലവേഴ്സ്
വോയിസ് ഓഫ് കേരളയുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഞാനൊരു അവലോകന യോഗം കൂടണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? എങ്ങനെയുണ്ട് ഇന്നത്തെ പെർഫോമൻസസ്? ഇങ്ങനെ താത്വികമായിട്ടാണോ പറയണ്ടത്? താത്വികമായിട്ടുണ്ട്, ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതാണ്. പക്ഷെ എല്ലാരും ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖസുന്ദരമായിരുന്ന പാട്ടുകളൊക്കെ കേട്ട് നല്ലൊരു സൺഡേ അവരിങ്ങനെ ആഘോഷിച്ച്, ശരിക്കും വോയിസ് ഓഫ് കേരള അവർക്കൊരു ട്രീറ്റാണ് നൽകുന്നത്. ഞാനിപ്പം ഈ ഷോ, നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം പോകുന്നിടത്തൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, വോയിസ് ഓഫ് കേരളനെ കുറിച്ച് പറയുന്നുണ്ട്, കണ്ടസ്റ്റൻസിനെ പറ്റി, അവരുടെ പാട്ട്, അവരിലുണ്ടാവുന്ന വ്യത്യാസം, അവരാരായിരിക്കും, ഇത് അവരുടെ ആകാംക്ഷ എന്താ വെച്ചാൽ ഇതിലിനി എലിമിനേഷൻ ഉണ്ടോ, ആരെങ്കിലും ഔട്ടാവോ, അതോ ഇവരിനി എങ്ങനെയാണ്, അതൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പറയാറായിട്ടില്ല, നമുക്ക് അതിനുള്ള ടൈം വരുന്നേ ഉള്ളൂ. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. വളരെ വളരെ അധികം സസ്പെൻസുകളുള്ള ഒരു പ്രോഗ്രാമായി മാറുകയാണിത്. എന്തോരം കാര്യങ്ങൾ, എന്തോരം സർപ്രൈസുകൾ നമ്മൾ ഇനി കൊടുക്കണം. നമ്മൾ ആക്ച്വലി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ അല്ലേ സാർ? തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഈ വേദിയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവും. ഞങ്ങൾ 2 കൈ നീട്ടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ സംഗീതത്തോട് അത്രയേറെ ഇഷ്ടമുണ്ടെങ്കിൽ ഏത് പ്രായമായിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ധൈര്യമായിട്ട് പോരുക. നമുക്കിവിടെ പാടി ഒരുമിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാം. തൽക്കാലം നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്ത് പോവാണ്. ഒരുപാട് നല്ല പാട്ടുകളും നല്ല പാട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുത്താനും അവരുടെ പാട്ടുകൾ കേൾക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.